ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം മുതൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷനായിട്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് തന്നെയാണ്. സമയമെടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. എങ്കിലും നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് കവർ ചെയ്ത് പോകാമെന്നുള്ളത് കൊണ്ട് ഈ ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യുന്നു, അതിനോടുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് നോക്കുക. നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ചാപ്റ്റേഴ്സും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബേസിക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കുക. ഫസ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഷോർട്ടാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, ഇങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. പാഠം പഠിച്ചിട്ട് എഴുതാനായിട്ട് പോകരുത്. കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പേപ്പറിലേക്ക് എഴുതുക. അല്ലാതെ എല്ലാം കാണാപ്പാഠം പഠിക്കരുത്. നല്ല തിയറി പേപ്പറാണ്, എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നന്നായിട്ട് പഠിക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കാര്യം മനസ്സിലാക്കി എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങളത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് എ പ്രൈമറി റിക്വയർമെൻറ്റ് ഫോർ ദ എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, പ്രൈമറി റിക്വയർമെൻറ്റ് ഫോർ ദ എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നാണ് പറയുന്നത്, നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് മൊബിലൈസ് ദ ഫണ്ട് ഫോർ നാഷൻ ആൻഡ് ചാനലൈസ് ദ ഫണ്ട് എന്നാണ് കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫണ്ട് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്, അതായത് ഫണ്ട് എന്ത് ചെയ്യുക, മൊബിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, മൊബിലൈസ് ദ ഫണ്ട് ഫോർ നാഷൻ, നമ്മുടെ നാഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുകയും അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യുക. അത് ആര് ചെയ്യേണ്ട കാര്യമാണ്, ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ഫോർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇൻഫ്ലോ എങ്ങനെയായിരുന്നു, ഔട്ട്ഫ്ലോ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ബോറോ ചെയ്യേണ്ടവർക്ക് ബോറോ ചെയ്യാനുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇൻഫ്ലോയിനെ കുറിച്ചും ഔട്ട്ഫ്ലോയിനെയും കുറിച്ചും പറയുന്നത്. ധാരാളം ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതുപോലെ തന്നെ ബോറോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പോയിൻ്റ് അതിനെയാണ് കാണിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ദ എഫിഷ്യൻസി ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫ്ലോ ഓഫ് ഫണ്ട് ആൻഡ് ചാനലൈസേഷൻ ഓഫ് ദീസ് ഫണ്ട്. അതായത് ഫണ്ട് ഇൻഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള രാജ്യത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ബെറ്റർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള ഇൻഫ്ലോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഫണ്ടിനെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് പറ്റുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൈമറി റിക്വയർമെൻ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് നമ്മുടെ കൺട്രിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. അതുപോലെ തന്നെ നമ്മുടെ നാഷന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ചാനലൈസ് ചെയ്യുകയും മൊബിലൈസ് ചെയ്യുകയും അത് പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അത് തമ്മിലുള്ള ഇൻ്റർമീഡിയറിയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുക, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സിസ്റ്റമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനായിട്ടുള്ളത്. ഇനി
നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മീനിങ് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു പാരഗ്രാഫിലേക്ക് എഴുതിയാലും എന്തായി, അതിനുള്ള ആൻസറായി. പക്ഷെ നമുക്കൊന്നും കൂടെ ഇവിടെ നോക്കാം, എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താ നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ് വിച്ച് എൻകറേജ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ഇൻ ടു എഫക്റ്റീവ് യൂസ്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും എന്തിൻ്റെയൊക്കെ എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്ന് പഠിക്കും. അവിടെ പറയുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഒരു സെറ്റാണ്. ഇത് എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത്, ഓരോ വ്യക്തികളുടെയും സേവിങ്സ്, ആ സേവിങ്സ് എൻകറേജ് ചെയ്യുകയും അതിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ചാനലൈസ് ചെയ്യുകയുമാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. വീണ്ടും എന്ത് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ സിസ്റ്റം ദാറ്റ് അലൗസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. എന്താ അലോ ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. ആരൊക്കെ തമ്മിൽ, ബിറ്റ്വീൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ലെൻഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബോറോവേഴ്സ്, ഇവരൊക്കെ തമ്മിലുള്ള ഫണ്ടിൻ്റെ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, അലോ ചെയ്യുന്നു. അതായത് ഫണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് ബോറോ ചെയ്യാനും, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും എല്ലാം എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അലോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം 4 രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സർവീസസ്. ഇത് 4മാണ് എന്തെന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഡൗട്ടില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഈ എലമെൻസിനെ കുറിച്ചെല്ലാം ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ഓരോ ചാപ്റ്റേഴ്സിലും നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് റോൾ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോള് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവരായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ നാഷണൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്, അതായത് ലിങ്കാണ്. ആരൊക്കെ തമ്മിലുള്ള ലിങ്കാണ്, ലിങ്ക് ബിറ്റ്വീൻ അൾട്ടിമേറ്റ് സെർവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളാണ് സേവ് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് അല്ലേ, കടം മേടിക്കുന്ന ആളുകളാണ് ബോറോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സേവേഴ്സിൻ്റെയും ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബോറോവേഴ്സിൻ്റെയും അവരുടെ ഇടയിലുള്ള ഒരു ലിങ്കാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നത്തെ പോയിന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ടു ഓൾ ഇൻവെസ്റ്റേഴ്സ്, ബോറോവേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് അവിടെ ട്രേഡിംഗ് നടത്തുന്ന എല്ലാവരെയും കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആരുടെ പക്കലുണ്ടായിരിക്കും, ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവട്ടെ, ബോറോവേഴ്സിൻ്റെ ആവട്ടെ, ഇൻഡിവിജ്വൽസിൻ്റെ ആവട്ടെ, എല്ലാവരെയും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ഫോർ സെലക്ഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ടു ബി ഫിനാൻസ്ഡ്. ഏതൊരു പ്രൊജക്റ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് പ്രൊമോട്ട് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ സ്കാറ്റേർഡ് സേവിങ്സ്. അതായത് ഇവിടെ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട്
ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ലോവർ ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻക്രീസ് റിട്ടേൺ. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആയിരിക്കും. അതുപോലെ തന്നെ റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് പ്രൊവൈഡ് പേയ്മെൻറ്റ് മെക്കാനിസം ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പേയ്മെൻറ്റ് മെക്കാനിസവും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്, ഈ റോൾ എന്നതിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെ റോളുകളാണുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോൾ. എന്തിനുള്ള റോളാണ്, ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റോൾസാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലേ, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രാധാന്യങ്ങളാണ് എന്തിനുള്ളത്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളതെന്നാണ് പറയുന്നത്. സിമ്പിൾ പോയിൻറ്റ്സാണ് പറയുന്നത്. എന്തൊക്കെ പോയിൻറ്റ്സാണ് പറയുന്നത്, നീഡ് ഫോർ വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ ഫങ്ഷൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അതായത് വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ ഫങ്ഷൻഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം വേണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നീഡ് ഫോർ മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊഡക്ഷൻസും നടക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് വേണം, ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഇതിനെല്ലാം എന്ത് വേണം, ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഗ്രോത്ത് ഓഫ് ട്രേഡിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻഷുർ ബാലൻസ്ഡ് ഗ്രോത്ത്, നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫിനാൻഷ്യൽ സിസ്റ്റം വേണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന പോയിന്റ്സ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം. എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് എന്താണ്, പ്രൊവൈഡ് ലിക്വിഡിറ്റി, ആൻഡ് രണ്ടെന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് അല്ല, 2 കൂടുതൽ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെന്താ പറയുന്നത്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ആണ് പറയുന്നത്, പ്രൊവൈഡ് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. എന്താ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡിറ്റി. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. എന്ത് മൊബിലൈസ് ചെയ്യുന്നുണ്ട്, സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. സേവിങ്സ് ഈസ് ടു ബി മൊബിലൈസ്ഡ് എന്നിട്ടോ ആൻഡ് ചാനലൈസ്ഡ് ഫോർ ദ പ്രൊഡക്റ്റീവ് പർപ്പസ്. അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫങ്ഷൻസ് പറഞ്ഞു, പ്രൊവൈഡ് ലിക്വിഡിറ്റി, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. പിന്നെ പറയുന്നതാണ് പൂളിംഗ് ഓഫ് ഫണ്ട്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം നീഡ്സ്, പിന്നെ എന്താണ് ബെറ്റർ ഡിസിഷൻസ്, റിസ്ക് ഫങ്ഷൻസ്. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എല്ലാ പോയിന്റ്സും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ സിലബസിൽ ഇങ്ങനെ ഒരു ചാർട്ട് കൊടുത്തിട്ടില്ല. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ BBA-കാരുടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ MCOM-ന് നോക്കുന്ന ടെക്സ്റ്റിൽ വരുന്ന ഒരു ചാർട്ടാണ്. നമുക്ക് എന്ത് മതി, ഈ മേലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നോക്കിയല്ലേ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇവിടെ എന്താ പറഞ്ഞാൽ കമ്പോണൻസ് ആണ്. അത് അങ്ങനെ പറഞ്ഞാലും എന്താണ്, സെയിം ആണ് നമ്മൾ എഴുതേണ്ടത്. എന്തൊക്കെ പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസ്.
നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന 2 മാർക്കറ്റാണ് മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഡിവിഷൻസ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനി അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത്രയും ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എന്താണ് കോമ്പോണൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഈ ഒരു മേലത്തെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ഡിവിഷൻസ് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ ഫിനാൻഷ്യൽ എലമെൻസുകളെ കുറിച്ച് പറഞ്ഞാലും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻസുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൂടാതെ കൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റിൽ വരുന്ന കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നതാണ്, കൺസെപ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അസറ്റും അതുപോലെ തന്നെ നമുക്കൊരു ഫിസിക്കൽ അസറ്റിനെ കുറിച്ചും പറയാനായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. എന്താ പറയുന്നത്, ദീസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓർ കൺസംഷൻ ഓർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ്സ്. ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ഐ ബൈ എ ഫ്ലാറ്റ് ടു ലീവ് ഇൻ, അതായത് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ഫ്ലാറ്റ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഫിസിക്കൽ അസറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ഫിസിക്കൽ അസറ്റ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇഫ് ഐ ബൈ എ ഫ്ലാറ്റ് ടു റെൻറ്റ് ഇറ്റ് ഔട്ട്, അതായത് റെൻറ്റിന് കൊടുക്കാനായിട്ട് ഞാനൊരു ഫ്ലാറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസറ്റ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, മണി എന്താക്കി മാറ്റുന്നു, വീണ്ടും മണിയാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, പൈസ മുടക്കുന്നു പക്ഷേ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും അതിൽ നിന്ന് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫിസിക്കൽ അസറ്റാണ്. ആ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്ക് എന്താവും, ക്ലിയർ ആവും എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ അസറ്റ് എന്നുള്ളതും. ഒരു ഡൗട്ടും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് അല്ലേ. മണി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത എന്താ പറയുന്നത്, കൂടുതൽ പണം സമ്പാദിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ അസറ്റ്. നേരെ മറിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ അസറ്റുമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതായത് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന ഒന്നാമത്തേതായിരുന്നു ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, മണി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിനാൻഷ്യൽ അസറ്റ് എന്നും, അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ അസറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു അല്ലേ. ഇനി ആ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രൈമറി അസറ്റ്, സെക്കൻഡറി അസറ്റ്, മാർക്കറ്റബിൾ, നോൺ മാർക്കറ്റബിൾ, ക്യാഷ്, ഡെപ്റ്റ്, സ്റ്റോക്ക്. ഈ 7 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താ, പ്രൈമറി അസറ്റ്സ് ആണല്ലേ. നമ്മൾ ഈ പ്രൈമറി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ. പ്രൈമറി മാർക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ. എന്താ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു കമ്പനി ആദ്യമായിട്ടാണ് അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുക, നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ പ്രൈമറി അസറ്റാണ്. ഡിഫറൻസ് ഉണ്ടോ മീനിങ്ങിൽ? ഇല്ല, ഡിഫറൻസ് വരുന്നില്ല അല്ലേ. ഇവിടെ എന്താ വരുന്നത്, കമ്പനി അവരുടെ ഷെയർ ആവട്ടെ അല്ലെങ്കിൽ എന്ത് സെക്യൂരിറ്റീസ് ആവട്ടെ അത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, സെല്ലിങ് നടത്തുന്നത്. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, അത് ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. എന്തായിക്കോട്ടെ, എന്ത് അസറ്റ് ആയിക്കോട്ടെ, അതായത് ബില്ലാകാം, ബോണ്ടാകാം, ഇക്വിറ്റി ആകാം, എന്തുമാകാം, അത് കമ്പനി എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സെക്കൻഡറി അസറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡറി അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ദീസ് ആർ ഫിനാൻഷ്യൽ പ്ലാൻസ് ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഗൈൻസ്റ്റ് ദംസെൽസ് ടു
റൈറ്റ് എന്നല്ല റൈസ് എന്നാണ് കേട്ടോ. റൈസ് ഫണ്ട് ഫ്രം ദ പബ്ലിക്. അതായത് ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യുകയാണ്, പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല, അവിടെ ഒരു ഇൻ്റർമീഡിയറി വരുന്നുണ്ട്. അതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ അസറ്റ്സ് ആർ ദ ഒബ്ലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നില്ലേ. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സെയിൽ നടത്തുന്നത്, അസറ്റിൻ്റെ സെയിൽ നടത്തുന്നതെന്നാണ് പറയുന്നത്. അത് ബാങ്ക് ഡെപ്പോസിറ്റ്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്, സെക്കൻഡറി അസറ്റിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഫണ്ട് റൈസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറി ത്രൂ എന്ത് ചെയ്യുന്നു, അസറ്റുകളെ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ സെക്കൻഡറി അസറ്റ് എന്നും, ഒരു ഇൻ്റർമീഡിയറിയും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് സെയിൽ നടത്തുന്നതെങ്കിൽ, കമ്പനി ഡയറക്റ്റ് സെയിൽ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, പ്രൈമറി അസറ്റ് എന്നാണ് പറയുന്നത്. ഒന്നാമത് എന്താ പറയുന്നത്, മാർക്കറ്റബിൾ അസറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, മാർക്കറ്റബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫേർഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ വിത്തൗട്ട് ഡിഫിക്കൽട്ടി. ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതായത് എന്ത് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, അതായത് ഷെയർ ആയിക്കോട്ടെ, ഗവൺമെൻറ് സെക്യൂരിറ്റി ആവട്ടെ, ബോണ്ട് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, എന്തും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് വളരെ ഈസി ആയിട്ട് വിത്തൗട്ട് ഡിഫിക്കൽട്ടി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. മാർക്കറ്റബിൾ അസറ്റിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നോൺ മാർക്കറ്റബിൾ അസറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് സെക്യൂരിറ്റീസും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അത് കഴിയില്ലെന്നാണ് പറയുന്നത്. ആ എക്സാമ്പിൾസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് പറയുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്. എൻ്റെ പേരിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാനായിട്ട് പറ്റുമോ, ഇല്ലല്ലേ. കമ്പനിയിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ LIC സ്കീം, ഇതൊന്നും ഒരാളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ എന്തുണ്ടായിരിക്കും, ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. എന്നാൽ മാർക്കറ്റബിൾ അസറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുകയും ഇല്ല. ഇവിടെ എന്താണ്, cannot be transferred easily. പക്ഷെ ഇപ്പുറത്ത് എന്തായിരുന്നു, ഇവിടെ എന്തായിരുന്നു, വിത്തൗട്ട് ഡിഫിക്കൽട്ടി ആയിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ക്യാഷ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മണി അസറ്റ് കൺസിസ്റ്റ് ഓഫ് കോയിൻസ് ആൻഡ് കറൻസി നോട്ട്സ് ആൻഡ് ക്രിയേറ്റഡ് മണി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസും കറൻസീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ക്യാഷ് അസറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ക്രിയേറ്റ് മണി അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്, നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ടല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ ക്യാഷ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോയിൻസും കറൻസീസുമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ളതാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, റിസർവ് ബാങ്ക് ഹാസ് എ സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസീസ്. കറൻസീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരമുള്ള ഒരേ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരേ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് റിസർവ് ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പറഞ്ഞു. ഒരു സോൾ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണ് എന്തെന്ന് പറയുന്നത്, ഈ കറൻസി ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡെപ്റ്റ് അസറ്റ്. എന്താണ് ഡെപ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കടം എന്നുള്ളതാണല്ലോ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഡെപ്റ്റ് അസറ്റ് എന്നാണ് പറയുന്നത്. അതായത് പല ഓർഗനൈസേഷൻസും എന്ത് ചെയ്യാറുണ്ട്, ഡെപ്റ്റ് അസറ്റുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഓർഗനൈസേഷൻസ് ഇഷ്യൂ ഡെപ്റ്റ് അസറ്റ് ഫോർ റൈസിങ് ദെയർ ഡെപ്റ്റ് ക്യാപിറ്റൽ. അതായത് ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ദർ ഈസ് എ ഫിക്സഡ് ടൈം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ടൊരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ആവശ്യമുണ്ട്, ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് അസറ്റുകൾ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെപ്റ്റ് അസറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ, ബോണ്ട് പോലെയുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഡിബഞ്ചർ മേടിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് എമൗണ്ടും തരണം, അതിനോടൊപ്പം ഞാൻ കൊടുത്തിട്ടുള്ള 1 ലക്ഷം രൂപയും എനിക്ക് തിരിച്ചു കിട്ടണം. അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അതാണെന്ന് പറയുന്നത് ഡെപ്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് അസറ്റ്. എന്താണ് സ്റ്റോക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ,
ഒത്തിരി കാലങ്ങളായിട്ട് കേട്ട് വരുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കുക, എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഇഷ്യൂ സ്റ്റോക്ക് ഫോർ ദ പർപ്പസ് ഓഫ് റൈസിങ് ദെയർ ഫിക്സഡ് ക്യാപിറ്റൽ. അവർക്ക് ഫിക്സഡ് ക്യാപിറ്റൽ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് സ്റ്റോക്കുകൾ ഉള്ളത്. ഒന്ന് പ്രിഫറൻസും, രണ്ടെന്ന് പറയുന്നത് ഇക്വിറ്റിയുമാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് റിയൽ ഓണേഴ്സും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, അതായത് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ആളുകളാണ് എന്തെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത്. പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആണ്. അവർക്ക് വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ ബേസിസിലാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, അവർക്ക് ആ ഒരു ഡിവിഡൻഡ് എമൗണ്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നോ വോട്ടിംഗ് റൈറ്റ് ആണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ആളുകളാണ്. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യം ഇവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് മറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ആർക്ക് കിട്ടുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോക്ക് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ മീനിങ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എലമെൻസുകളെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പറയും, ഓരോ എലമെൻസിനെ കുറിച്ച് മുന്നോട്ട് പറയും. അതുപോലെ തന്നെ റോള് പറഞ്ഞു, നമ്മൾ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മളിവിടെ ഒരു ഗ്രാഫ് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞു, ഈ ഫിനാൻഷ്യൽ അസറ്റിനെ എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഓരോ ഡിവിഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൈമറി അസറ്റ്, സെക്കൻഡറി അസറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ അസറ്റ്, നോൺ മാർക്കറ്റബിൾ അസറ്റ്, ക്യാഷ് അസറ്റ്, ഡെപ്റ്റ് അസറ്റ്, സ്റ്റോക്ക് അസറ്റ്, ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത പാട്ടായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനിയും കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്, പല കൺസെപ്റ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അടുത്ത ഭാഗമായിട്ട് നമുക്കതും കാണാം.